നമ്മൾ മലയാളികൾക്ക് കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വീക്ക്നെസ് ആണല്ലേ. അപ്പോൾ ഇന്ന് കുടംപുളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, മമ്മിയുടെ നാട് ഹൈ റേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര വലിയ കുടംപുളിയൊക്കെയാണ്. ഇവിടെ നമ്മൾ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ സൈസൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോയിന്നേ. അപ്പോൾ ഇന്ന് കുടംപുളി ഉണങ്ങാനായിട്ട് എങ്ങനെയാണ് സെറ്റാക്കണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുടംപുളി അതിൻ്റെ തലയും വാലും ഉണ്ടല്ലോ, നമ്മൾ ഈ മൂക്കെന്നൊക്കെയാണ് ഇനി പറയണത്, അതങ്ങോട്ട് കണ്ടിച്ച് കളയണം. അത് കണ്ടിച്ച് കളഞ്ഞില്ലെങ്കിലേ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാകത്തില്ല. അത് കണ്ടിച്ച് കളഞ്ഞിട്ട് നെടുവേ പൊളർന്ന് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഉണ്ടല്ലോ, ആ കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമുക്ക് നല്ല ഉപ്പും മുളകും കൂട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് വായിലിട്ട് ചപ്പിക്കൊണ്ട് കിടക്കണം. നല്ല രസമാണ്. നമ്മൾ പുളിമുട്ടായൊക്കെ ചപ്പിക്കൊണ്ട് കിടക്കില്ലേ, അതുപോലെ. ഞാൻ പറഞ്ഞു കാട് കയറിയില്ലേ. അപ്പം നമ്മൾ കുരു കളഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു വെട്ടിടണം. എന്നിട്ട് നമ്മൾ വള്ളിയിൽ തൂക്കിയിടണം. വള്ളിയിൽ തൂക്കിയിടുകയല്ല, വള്ളിയിൽ കോർത്തെടുക്കണം. ഈ മുത്തു കോർക്കത്തില്ലേ, അതുപോലെ തന്നെ. അങ്ങനെ കുറേ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മാലയുണ്ടല്ലോ, കുടംപുളി ഉണ്ടാക്കിയെടുത്ത മാല, അത് നമ്മൾ പുകയത്ത് കൊണ്ടുവന്നിട്ട് തൂക്കിയിടും. എന്നിട്ട് നന്നായിട്ട് പുക കൊടുത്തു കഴിയുമ്പോൾ അത് നന്നായിട്ട് കറുത്ത് വരുവേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുടംപുളി ഉണക്കിയെടുക്കണത്. നല്ല മഴക്കാലത്താണ് ഈ സാധനം ഉണ്ടാവുന്നത്, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് ഉണങ്ങി കിട്ടാനായിട്ട്. എന്നാൽ ഇങ്ങനെയാണേ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളവരും ഇത് ചെയ്യണവരും ഒന്ന് പറയാം കേട്ടോ.